നമസ്തേ കുട്ടികളെ. ഇന്നിവിടെ പറയാൻ പോണ കാര്യം, നമ്മൾ ഒരിക്കലെടുക്കാറുണ്ട്, വ്രതം എടുക്കാറുണ്ട്, ഉപവാസം എടുക്കാറുണ്ട് അല്ലേ, എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് തുടർച്ചയായിട്ട് വർഷങ്ങളോളം എടുക്കുന്നവരുണ്ടാവും. പക്ഷേ ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം മരുന്നുകളൊക്കെ എടുക്കുമ്പോൾ ഈ ഉപവാസവും വ്രതമൊക്കെ എടുക്കാൻ പാടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉപവാസം വ്രതം നോൽമ്പൊക്കെ നമ്മൾ എന്തിനാണ് എടുക്കുന്നത്? നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടില്ലേ, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിനും അതുപോലെ തന്നെ ഭഗവാനിലേക്ക് കൂടുതൽ നമ്മൾ അടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ വ്രതങ്ങളും ഒരിക്കലും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് ഇതിൽ നമ്മുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, നമുക്ക് മരുന്ന് കഴിക്കേണ്ടി വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വ്രതം നമ്മൾ എന്തിനാണ് എടുക്കുന്നത്? നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയും നമ്മുടെ മനഃശാന്തിയും ധൈര്യത്തിനും അതുമാതിരി കൂടുതൽ നമ്മൾ ദൈവങ്ങളിലേക്ക് അല്ലെങ്കിൽ ഭഗവാനിലേക്ക് അടുക്കാനുള്ള ഒരു ദിവസം കൂടിയായിട്ടാണ് നമ്മൾ വ്രതങ്ങളും ഒരിക്കലൊക്കെ എടുക്കുന്ന ദിവസം. ആ ദിവസത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ആഹാരം കഴിക്കരുത് അല്ലെങ്കിൽ ചില ആഹാരങ്ങൾ കുറയ്ക്കണം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമുക്ക് ആഹാരത്തിൻ്റെ മുകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താതെ ഭഗവാനിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി നാമം ലും അതുമാതിരി തന്നെ പൂജ ചെയ്യലും അതുമാതിരി അമ്പലങ്ങൾ ദർശനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വ്രതങ്ങളും നോൻപുകളും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാത്വിക ആഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വയ്യാത്ത സമയത്ത് ഗുളികകൾ കഴിക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താ വേണ്ടത് വെച്ചാൽ, ഡോക്ടർ എന്താ പറയുന്നത് വെച്ചാൽ ആ ആഹാരം കഴിക്കാം. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് നമ്മൾ വ്രതം എടുക്കുന്ന ദിവസം കാലത്ത് തന്നെ എണീറ്റ് നമ്മൾ ഏത് ദൈവത്തിനെയാണോ ഇഷ്ടപ്പെടുന്ന ആ ദൈവത്തിനെ നമ്മൾ പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും തുടങ്ങുക. അതേമാതിരി തന്നെ ആ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തിനെ മാത്രം വിചാരിച്ചിട്ട്, ഏത് ദൈവത്തിന് വേണ്ടിയോ നമ്മൾ വ്രതങ്ങൾ നോൽമ്പുകൾ എടുക്കുന്ന ആ ദിവസം ആ പ്രാർത്ഥന മാത്രം, ഭഗവാനോടുള്ള പ്രാർത്ഥന മാത്രം കൊണ്ട് നടക്കുക. അല്ലാതെ ആഹാരത്തിലല്ല നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത്. നമ്മൾ വ്രതം നോൽമ്പും ഉപവാസമൊക്കെ എടുക്കുമ്പോൾ ഭഗവാനിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക, പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. അതുമാതിരി തന്നെ ദാനധർമ്മങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. അതാണ് അവിടെ പുണ്യം. അല്ലാതെ നമ്മളുടെ ആഹാര രീതി നമുക്ക് എന്തോ അങ്ങ് കഴിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, അത് ലഘുവായുള്ള ഭക്ഷണം എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. അതുമാതിരി തന്നെ വെള്ളം കൂടുതൽ കുടിച്ച് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ നോക്കാം. അപ്പോൾ മരുന്ന് കഴിക്കുന്നവർക്കൊക്കെ വ്രതം നോൽമ്പൊക്കെ എടുക്കാം, കുഴപ്പമില്ല. പക്ഷേ കൂടുതൽ ദൈവത്തിനോട് പ്രാർത്ഥനയും അതുമാതിരി തന്നെ ദാനധർമ്മങ്ങളിലേക്കും ശ്രദ്ധ ചെലുത്തുക. ആഹാരത്തിലല്ല നമുക്ക് കാര്യം, നമുക്ക് കഴിക്കാവുന്ന ആഹാരമൊക്കെ അന്ന് കഴിക്കാം. ഡോക്ടർ എന്താണ് മരുന്ന് കഴിക്കുമ്പോൾ